മുനമ്പത്ത് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്കായി ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ ആലോചന. നികുതി താൽക്കാലികമായി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നീക്കം. ഇന്ന് രാത്രി ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. എന്നിട്ട് അവർ തന്നെ പറയുന്നു ഇത് ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ്. അത്തരം ഇരട്ടത്താപ്പല്ല. മറ്റു വഖഫ് ഭൂമികളെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ സമീപനം വ്യക്തമാണല്ലോ. പക്ഷെ മുനമ്പത്തൊരു സവിശേഷ പ്രശ്നമാണ്. മുനമ്പത്ത് KPCC സെക്രട്ടറി ആയിരുന്ന ശ്രീ പോളിന് പൂർണ്ണമായ അവകാശം വിൽക്കുന്നതിന് ഫറൂഖ് മാനേജ്മെന്റ് കൊടുത്തു. അങ്ങനെ KPCC സെക്രട്ടറിയാണ് അതിന് ആവശ്യമായ വിൽപ്പന മുഴുവൻ നടത്തിയത്. അതൊരു സവിശേഷ സാഹചര്യമാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമി നിയമപരമായുള്ള എല്ലാ അവകാശവും അവരുടെ സംരക്ഷിക്കപ്പെടണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് സർക്കാരിനുള്ളത്. എന്നാൽ മറ്റ് വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. അത് വഖഫ് നിയമത്തെ സംബന്ധിച്ചാണെങ്കിലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ കോടതിയാണല്ലോ ഓരോ ഘട്ടത്തിലും പറയുന്നത്, സർക്കാരല്ലല്ലോ. കാരണം സർക്കാരിന് വഖഫാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാൻ ഒരു നിയമവും അധികാരം നൽകുന്നില്ല. അത് വഖഫ് ബോർഡിന് അധികാരമുണ്ട്, വഖഫ് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു വഖഫാണെന്ന് പറഞ്ഞു, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വഖഫേ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾക്കില്ലാത്ത അധികാരം ഞങ്ങൾ പ്രയോഗിക്കേണ്ടതില്ലല്ലോ. ഞങ്ങളിത് വഖഫ് അല്ല എന്ന് പറഞ്ഞാൽ അടുത്ത വിവാദത്തിലേക്ക് എത്താം, വഖഫ് ആണെന്ന് പറഞ്ഞാൽ അടുത്ത വിവാദത്തിലേക്ക് എത്താം. ഞങ്ങൾക്കില്ലാത്ത അധികാരം ഞങ്ങൾ എന്തിനാ പ്രയോഗിക്കുന്നത്? എന്താ? പള്ളിയങ്കണത്തിൽ നിന്ന് ഉയർത്തിയ സമരപന്തലിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി വരെ എത്തിച്ച പോരാട്ട വീര്യമാണ് മുനമ്പത്തേത്. 411 ദിവസമായി തുടരുന്ന ഈ പോരാട്ടമാണ് അവസാനത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി മുനമ്പത്തുകാരിൽ നിന്ന് നികുതി താൽക്കാലികമായി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയതോടെ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് യാഥാർത്ഥ്യമായിരുന്നു. കോടതി ഉത്തരവനുസരിച്ച് ഇന്നലെ മുതൽ മുനമ്പത്തുകാർ കരമടച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സമരം അവസാനിപ്പിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സമരസമിതിയാണെന്നും മുനമ്പം ഭൂമി വഖഫാണോ എന്ന് പറയേണ്ടത് സർക്കാരല്ലെന്നും മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വേണ്ടതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നതാണെന്നും രാജീവ് വ്യക്തമാക്കി. 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2024 ഒക്ടോബർ 13 തുടങ്ങിയതാണ് സമരം.